ദിവസം അമേരിക്കയിലെ കാലിഫോർണിയയിലെ ബെവേർലി ഹിൽസിലെ ഗുരുവിന്റെ വസതിയിലേക്ക് എന്നെ ക്ഷണിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളുമായി ഞാൻ കൂടുതൽ അടുത്തു. എന്നാൽ അവിടെ നിന്ന് പോകുന്നതിന് 2 ദിവസം മുന്നെയാണ് ദാരുണമായ ആ സംഭവം നടന്നത്. ടെലിവിഷനിൽ ബോളിവുഡ് സിനിമ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഗുരു സിനിമ കാണുവാൻ എന്നെയും ക്ഷണിച്ചു. സിനിമ കാണുന്നതിനിടെ അദ്ദേഹത്തിന്റെ കാലുകൾ മസാജ് ചെയ്യുവാൻ പറഞ്ഞു. മസാജ് ചെയ്യുന്നതിനിടയിൽ സിനിമയുടെ കഥ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ടിവിയുടെ വോളിയം അദ്ദേഹം കൂട്ടിവെച്ചതിനാൽ എന്താണ് പറയുന്നതെന്ന് അത്ര വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ല. പതിയെ എൻ്റെ തലയിൽ തടവിക്കൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ തട്ടി മാറ്റിയിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം സോറി പറഞ്ഞെങ്കിലും പിന്നീട് എൻ്റെ കൈകൾ പിടിച്ചു വലിച്ചുകൊണ്ട് ഫാമിലി റൂമിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ശരീരം മരവിച്ചതുപോലെ തോന്നി. അവിടെ വെച്ച് അയാൾ എന്നെ റേപ്പ് ചെയ്തു. അപ്പോൾ മുകളിലത്തെ നിലയിൽ അയാളുടെ ഭാര്യയും മക്കളും ഉറങ്ങുകയായിരുന്നു. അതിപ്രശസ്തമായ ബിക്രം യോഗയുടെ സ്ഥാപകനും അമേരിക്കയിലെ അതിസമ്പന്നനായ യോഗ ഗുരുവായി അറിയപ്പെട്ടിരുന്ന ബിക്രം ചൗധരിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യയും യോഗ അധ്യാപികയുമായ ലാരിസ് ആൻഡേഴ്സന്റെ വെളിപ്പെടുത്തലാണത്. കൊൽക്കത്തയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അമേരിക്കയിലെ അറിയപ്പെടുന്ന യോഗ ഗുരുവായി മാറി പിന്നീട് ലൈംഗിക പീഡന കേസുകൾ കുടുങ്ങിയ ബിക്രം ചൗധരിയുടെ കഥയാണ് പ്രേമദ ടോക്സ് ഇന്ന് പറയുന്നത്. 1944 കൊൽക്കത്തയിലായിരുന്നു ബിക്രം ചൗധരിയുടെ ജനനം. പ്രശസ്ത യോഗാചാര്യനായ വിഷ്ണു ചരൺ ഘോഷിന്റെ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നുമാണ് ബിക്രം യോഗ അഭ്യസിച്ചത്. തുടർച്ചയായി താൻ 3 തവണ നാഷണൽ യോഗ ചാമ്പ്യനായിരുന്നെന്നും താൻ പങ്കെടുക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന പരാതികൾ വന്നതോടെയാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്നതെന്നായിരുന്നു ബിക്രം ഇന്റർവ്യൂസിൽ തള്ളിക്കൊണ്ടിരുന്നത്. എന്നാൽ 1974 ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പോഴേക്കും ബിക്രം രാജ്യം വിട്ടുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. യോഗയിൽ നിന്നും വെയ്റ്റ് ലിഫ്റ്റിംഗിലേക്ക് തിരിഞ്ഞ ബിക്രം 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായും അവകാശപ്പെടുന്നുണ്ട്. തനിക്ക് സ്വർണ്ണ മെഡൽ ഉറപ്പായിരുന്നെന്നും എന്നാൽ മത്സരം ആരംഭിക്കുന്നതിന് 7 ദിവസം മുന്നേ അദ്ദേഹത്തിന്റെ ക്യാച്ചർ കെയർലെസ്സായി 210 കിലോഗ്രാം ഭാരമുള്ള ബാർബൽ താഴെയിടുകയും അത് ബിക്രമിന്റെ കാലുകളിൽ വീണ് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. കാലുകൾ മുറിച്ചു കളയേണ്ട സാഹചര്യം വന്നപ്പോൾ ഹൗറ പാലത്തിൽ നിന്നും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങവെയാണ് തന്റെ ഗുരു രക്ഷകനായി എത്തിയത്. നാളെ മുതൽ എന്റെ ഒപ്പം യോഗ അഭ്യസിക്കൂ എന്നായിരുന്നു യോഗാചാര്യൻ വിഷ്ണു ഘോഷ് ബിക്രമിനോട് പറഞ്ഞത്. 6 മാസത്തെ പരിശീലനത്തിന് ശേഷം മുറിവുകൾ ഭേദമാവുകയും പിന്നീട് ബിക്രം അമേരിക്കയിലെത്തി യോഗ പരിശീലിപ്പിക്കാനും ആരംഭിച്ചു. 1971 ബിക്രം അമേരിക്കയിലെത്തിയത്. 26 യോഗാസനങ്ങളും 2 ബ്രീത്തിംഗ് ടെക്നിക്കുകളും കമ്പൈൻ ചെയ്ത ബിക്രം യോഗ സ്റ്റൈൽ അമേരിക്കയിലെ ബെവർലി ഹിൽസിലാണ് ആരംഭിച്ചത്. ആദ്യമൊക്കെ ഫ്രീ ആയിട്ടായിരുന്നു യോഗ പരിശീലിപ്പിച്ചിരുന്നത്. മെല്ലെ ചെറിയ ഫീസ് ഈടാക്കുകയും പിന്നീട് ഒരു ദിവസം $20 വരെ ചാർജ് ചെയ്യുന്ന വിധത്തിൽ ഫീസ് നിരക്ക് ഉയർത്തുകയും ചെയ്തു. 40 ഡിഗ്രി ചൂടിൽ ഇന്റൻസ് ആയ യോഗാഭ്യാസങ്ങൾ. ക്ലാസ്സിനിടയിൽ വെള്ളം കുടിക്കാനോ ബാത്റൂമിൽ പോകാനോ അനുവാദമില്ല. ചില വിദ്യാർത്ഥികൾ മൂത്രമൊഴിക്കാനായി കയ്യിൽ കുപ്പി കരുതിയിരുന്നു. അസഹ്യമായ ചൂടിൽ വിദ്യാർത്ഥികൾ വിയർത്തൊലിക്കുമ്പോൾ ബിക്രമിന്റെ തലയ്ക്ക് പിറകിലായി AC കണക്ട് ചെയ്തിരുന്നു. തന്റെ വിദ്യാർത്ഥികളോട് അങ്ങേയറ്റം അപമര്യാദയായി പെരുമാറുകയും അവരെ ബോഡി ഷെയ്മിങ് ചെയ്തും അപമാനിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു ടീച്ചിങ് സ്റ്റൈലായിരുന്നു. പൊണ്ണത്തടി ഉള്ളവരെയും കറുത്തവരെയും ഒക്കെ അയാൾ നിശ്ചിതമായി പരിഹസിച്ചിരുന്നു. ആ കുടവേർ അകത്തേക്ക് വെക്ക്, എനിക്കതിന്റെ ആട്ടം തീരെ പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു വണ്ണമുള്ളവരെ അദ്ദേഹം കളിയാക്കിയിരുന്നത്. തന്റെ മുന്നിലിരിക്കുന്നവരെ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്നതിനെ കുറിച്ച് ബിക്രമിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. വളരെ സ്ട്രിക്റ്റും ഇന്റൻസുമായ ബിക്രമിന്റെ യോഗ അഭ്യാസ രീതി അമേരിക്കയിലുടനീളം പ്രചാരം ലഭിച്ചു. അമേരിക്കയിലുടനീളം 300ഓളം യോഗ സ്റ്റുഡിയോകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ബെവർലി ഹിൽസിൽ കൊട്ടാര സദൃശ്യമായ വീടും ക്ലാസിക് കാറുകളും ബിക്രം സ്വന്തമാക്കി. യോഗയുടെ മക്ഡൊണാൾഡ്സ് അഥവാ മെക് യോഗ എന്നും ബിക്രം അറിയപ്പെടാൻ തുടങ്ങി. ടീച്ചർ ട്രെയിനിങ് കോഴ്സിൽ നിന്നുമായിരുന്നു കൂടുതൽ ഇൻകം കിട്ടിക്കൊണ്ടിരുന്നത്. 9 ആഴ്ചകൾ പിന്നിടുന്ന ഈ കോഴ്സിന് $10,000 അഥവാ 8 ലക്ഷം രൂപയായിരുന്നു കോഴ്സ് ഫീ. ഒരു ക്ലാസ്സിൽ 500-ൽ പരം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും മുന്തിയ ഹോട്ടൽ റൂമിൽ വെച്ചായിരിക്കും പരിശീലനം നടത്തുക. ബിക്രമിന്റെ കണ്ടുപിടുത്തമായി അവകാശപ്പെടുന്ന 26 യോഗാസനങ്ങളും 2 ബ്രീത്തിംഗ് ടെക്നിക്കുകളും അമേരിക്കൻ ഫെഡറൽ കോർട്ടിൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ക്ലെയിം ചെയ്തെങ്കിലും പിന്നീട് കോടതി ആ ആവശ്യം തള്ളി. ബിക്രമിന്റെ അനുവാദമില്ലാതെ ആർക്കും അദ്ദേഹത്തിന്റെ യോഗാമുറകൾ അഭ്യസിപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്തവർക്കൊക്കെ അദ്ദേഹം 8ന്റെ പണിയും കൊടുത്തിരുന്നു.
ഒരുപക്ഷെ ഇവിടെ നിന്നുമാണ് ബിക്രമിനെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണ പരമ്പരകൾ തുടങ്ങുന്നത്. തന്റെ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങാത്തവർക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത വൾണറബിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്തേക്കാണ് ബിക്രം തന്റെ ലൈംഗിക താല്പര്യങ്ങളുമായി ചെല്ലുന്നത്. 2019 ഇവ ഓർണർ സംവിധാനം ചെയ്ത ബിക്രം യോഗി ഗുരു പ്രിഡേറ്റർ എന്ന ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ പബ്ലിഷ് ആയതോടുകൂടിയാണ് ബിക്രമിന്റെ രഹസ്യമായ വൈകല്യങ്ങൾ പരസ്യമായത്. അമേരിക്കയിലെ സെലിബ്രിറ്റീസിനെയൊക്കെ യോഗ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ബിക്രം അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് നിക്സന്റെ കാൽമുട്ടിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഉണ്ടായതായും താൻ പരിശീലിപ്പിച്ച യോഗാഭ്യാസത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതായതെന്നും ബിക്രം ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നു. കാൽ മുറിച്ചു കളയേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനാൽ തനിക്ക് പ്രസിഡന്റ് നിക്സൺ നൽകിയ സമ്മാനമാണ് ഗ്രീൻ കാർഡ് വിസയെന്നും ബിക്രം അഭിമുഖങ്ങൾ തട്ടിവിട്ടു. എന്നാൽ ഇതെല്ലാം ബിക്രമിന്റെ വീമ്പ് പറച്ചിൽ മാത്രമാണെന്ന് ഈ ഡോക്യുമെന്ററി കണ്ടവർക്കെല്ലാം ബോധ്യപ്പെട്ടു. ബിക്രം യോഗ ഫൗണ്ടേഷന്റെ ലോ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ ചുമതല വഹിച്ചിരുന്ന മീനാക്ഷി ജാഫ ബോർഡറാണ് അയാളെ ശരിക്കും കുടുക്കിയത്. സ്ഥാപനത്തിൽ നടക്കുന്ന അനീതികളുടെ ഇരയും സാക്ഷിയുമായിരുന്നു മീനാക്ഷി തനിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കിയ ബിക്രം അവരെ പിരിച്ചുവിടുകയായിരുന്നു. പക്ഷേ മീനാക്ഷി വിട്ടുകൊടുത്തില്ല. തന്നെ അനധികൃതമായി പിരിച്ചുവിട്ടതിനെതിരെ ബിക്രമിനെതിരെ സിവിൽ കേസ് കൊടുത്തു. 2014 ബിക്രമിനെതിരെ അദ്ദേഹത്തിന്റെ ശിഷ്യരായ 5 സ്ത്രീകൾ ലൈംഗിക പീഡനത്തിന് കേസ് കൊടുത്തത്. അങ്ങനെ തലങ്ങും വിലങ്ങും കേസും പൊല്ലാപ്പുമായിട്ടും ബിക്രം വളരെ ശക്തമായി തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രാജശ്രീക്ക് ബിക്രമിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരുന്നതായി മീനാക്ഷി ജാഫ ബോർഡർ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. ബിക്രമിനൊപ്പമുള്ള ആഡംബര ജീവിതത്തിൽ മാത്രമാണ് അവർക്ക് താല്പര്യം. മറ്റ് സ്ത്രീകളോടുള്ള ഭർത്താവിന്റെ ലൈംഗിക താല്പര്യങ്ങൾ അവരെ ബാധിച്ചില്ല. ഇന്ത്യയിൽ ബിക്രമിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. താൻ ഡെവലപ്പ് ചെയ്തെന്ന് ബിക്രം പാടിക്കൊണ്ട് നടന്ന 26 യോഗ ടെക്നിക്കുകൾ അദ്ദേഹത്തിന്റെ ഗുരു വിഷ്ണു ചരൺ ഘോഷിന്റേതായിരുന്നു. അങ്ങനെ മീനാക്ഷി കൊടുത്ത കേസിന്റെ വിധി എതിരായപ്പോൾ ബിക്രം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി. വിധിപ്രകാരം വലിയൊരു തുക മീനാക്ഷിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതായുണ്ട്. ഇതിനിടയിൽ 2017 മെയ്യിൽ ലോസ് ഏഞ്ചൽസ് ജഡ്ജി ബിക്രമിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം പോലീസ് കണ്ടെടുത്തു. ലൈംഗിക പീഡന കേസുകളെ തുടർന്ന് അമേരിക്കയിലെ തന്റെ സാമ്രാജ്യം തകർന്നെങ്കിലും ലോകത്തിന്റെ മറ്റിടങ്ങളിൽ ഇപ്പോഴും ബിക്രം യോഗ സ്റ്റുഡിയോ റൺ ചെയ്യുന്നുണ്ട്. ബിക്രം യോഗയെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി വന്നതിന് പിന്നാലെ ബിക്രം യോഗ എന്ന പേര് മാറ്റി ഹോട്ട് യോഗ എന്ന പേരിലാണ് സ്ഥാപനം ഇപ്പോൾ റൺ ചെയ്യുന്നത്. തനിക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്രകാരമായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. ഞാൻ എന്തിന് സ്ത്രീകളെ ഉപദ്രവിക്കണം? എന്റെ ഒരു തുള്ളി ബീജത്തിനായി $1 മില്യൺ വരെ ചിലവഴിക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്നു. ഇപ്പോൾ കാനഡയിലെ ഹോട്ട് യോഗ സ്ഥാപനത്തിൽ ബിക്രം യോഗ അഭ്യസിക്കുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ബോസ് ഈസ് ബാക്ക് എന്നായിരുന്നു ആ ചിത്രങ്ങളുടെ തലക്കെട്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.